അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ, അൽഹംദുലില്ലാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ളിറുസുൽ കാഫിരി ഔനാബുൽ കാഫിരി മിസ്ലു ഉഹദിൻ. സത്യനിഷേധികളായ ആളുകൾ, നരകാവകാശികളായ ആളുകൾ, അവരുടെ അണപ്പല്ലിൻ്റെ വലിപ്പമെന്നുള്ളത് നരകത്തിൽ ഒരു ഉഹുദ് മലയോളം ഉണ്ടായിരിക്കുമെന്നാണ്. വഗിലളു ജിൽദിഹി മസീറത്തു സലാസിൻ. അതുപോലെ അവരുടെ തൊലിയുടെ കട്ടി 3 വഴി ദൂരവും ഉണ്ടായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന നമുക്ക് കാണാം. എന്ന് പറഞ്ഞാൽ, ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നരകമെന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യനിഷേധികൾക്കും കപടന്മാർക്കും ഒരുക്കി വച്ചിട്ടുള്ള, അവരെ ശിക്ഷിക്കുവാൻ വേണ്ടിയുള്ള ഒരു ഭീകര ലോകമാണ് നരകമെന്നുള്ളത്. രണ്ടാമത് നാം മനസ്സിലാക്കേണ്ടത്, നരകത്തിൽ സത്യനിഷേധികളുടെ അവസ്ഥ അതികഠിനമായിരിക്കും. അവരുടെ അവസ്ഥ തീവ്രമാക്കുവാൻ വേണ്ടി തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ആ ഒരു ശിക്ഷ അവർ കൂടുതൽ അനുഭവിക്കുവാൻ വേണ്ടി തന്നെ അവരുടെ ശരീരം പോലും അള്ളാഹു വൈരുദ്ധ്യമാക്കിയിട്ടുള്ളതാക്കിയിട്ടാണ് അള്ളാഹു അവിടെ സൃഷ്ടിക്കുന്നത്. തൊലികൾക്ക് കട്ടി കൂട്ടിക്കൊണ്ടും അവരുടെ വലിപ്പങ്ങളത് കൂട്ടിക്കൊണ്ടും കൂടുതൽ ആ തീയിൻ്റെ ആ ഒരു ഖുർആനിൽ കാണാം, ഫദൂഖു, ആ തീയുടെ ആ ഒരു രുചി ആസ്വദിക്കുമാറ്, ആ ശിക്ഷ ആസ്വദിക്കുമാറാണ് അള്ളാഹു അവരവിടെ സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സത്യനിഷേധികൾക്ക് ആ നരകത്തിൽ യാതൊരു ശിക്ഷയ്ക്ക് ഇളവില്ലാത്ത ഒരു ഭീകര ലോകമാണ് ആ നരകം. അള്ളാഹു നാം ഏവരെയും അതിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.